രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് നിങ്ങൾ ഓരോരുത്തർക്കും ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഓരോ ചമ്മലുകൾ നാണക്കേടുകളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് ഓരോരുത്തരായി വന്നതെന്ന് പറയാനായിരുന്നു ടാസ്ക്. ശാരിക KB ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ താങ്ക് യു ബിഗ് ബോസ് എഗെയിൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ഈ മോർണിംഗ് ടാസ്കിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് ഒരുപാട് താങ്ക്സ്. വളരെ സന്തോഷം. നമുക്കെല്ലാവർക്കും അറിയാം, ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അവിടെ ഇവിടെയും പോയി കുശിക്കുന്ന ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ നമുക്കറിയാം കുറച്ച് വിവാദപരമായ ഒരു കാര്യം, നമ്മുടെ അക്ബർ രേണുവിനെ ഒരു പേര് വിളിച്ച്, ആ പേര് ഞാൻ എഗെയിൻ ഇവിടെ പറയുന്നില്ല. അതെല്ലാവർക്കും വിഷമമുണ്ടാക്കി, എനിക്ക് വിഷമമുണ്ടാക്കി, ശരിക്കും എനിക്കൊരു വിഷമമുണ്ടാക്കി. എൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അതിൻ്റെ പേരിൽ ഞാൻ ഭയങ്കരമായിട്ട് ട്രിഗറിങ് ആയി. അക്ബറും ഞാനും വളരെ ശത്രുക്കൾ എന്ന നിലയിലായിരുന്നു, ഒരു ഗെയിമർ എന്ന നിലയിൽ. പിന്നെ അപ്പോഴൊക്കെ എപ്പോഴും വന്ന് എന്നോട് പറയും, എനിക്ക് വയ്യടി, എനിക്ക് ആ മനുഷ്യനോട് ക്ഷമിക്കാൻ വയ്യടിയെന്ന്. വയ്യടി ഇത് തന്നെയാണ് രേണു എന്നോട് എപ്പോഴും പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ സീക്രട്ടായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ രേണുവിനോട് പറയും, ഞാനാണെങ്കിൽ ഒരിക്കലും ക്ഷമിക്കില്ല രേണു, ഞാനാണെങ്കിൽ ഈ ജന്മം അവനോട് ക്ഷമിക്കുന്നില്ല. ഇത് ഞാൻ രേണുവിനോട് ആക്ച്വലി പറഞ്ഞതാണ്. അപ്പോൾ രേണുവിനോട് പറയും, നീ ക്ഷമിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഇത് ഞാൻ രഹസ്യമായിട്ട് വളരെ കോൺഫിഡൻസോടു കൂടി പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ് ക്ഷമിക്കാൻ മനസ്സുണ്ടായിരുന്ന രേണുവിനെ ഞാൻ പറഞ്ഞ് ഉൾട്ടടിപ്പിച്ചാണെന്ന്. ആക്ച്വലി രേണു എല്ലായ്പ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എനിക്ക് ക്ഷമിക്കാൻ വയ്യ, എന്നോട് പറഞ്ഞ് ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കത്തില്ല, ഇറങ്ങിയാലും ക്ഷമിക്കത്തില്ലെന്ന്. നീ ക്ഷമിക്കണ്ട, ഞാനൊരിക്കലും ക്ഷമിക്കത്തില്ലെന്ന് ഞാനും രേണുവിനോട് പറഞ്ഞു. മരണം വരെ ക്ഷമിക്കത്തില്ലെന്നൊക്കെ ഞാൻ തള്ളി മറിച്ചായിരുന്നു. ഇത് ബിഗ് ബോസ് കയറി പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെത് ലാലേട്ടൻ എന്നെ പിടിച്ച് നിർത്തിയപ്പോൾ രേണുവിനോട് ചോദിക്കുന്നു, ഇവിടെ ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ അക്ബറിനോട് ക്ഷമിക്കാൻ പാടില്ലെന്ന്, അവർക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് എന്നെ ആയിരിക്കത്തില്ല, അപ്പോൾ കൊണ്ട് KB എന്ന് വിളിക്കുന്നത്. KBക്ക് ഇച്ചിരി അറിവുള്ള ഒരാളല്ലേ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വല്ലാതെ ചമ്മിപ്പിച്ച്. എനിക്ക് കുറച്ച് അറിവുള്ള ഒരാളല്ലേ, KB എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളല്ലേ, അതുകൊണ്ട് ഇങ്ങനെ തനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, രേണു പോട്ടെ, അക്ബർ അല്ലേ. ശരിക്കും അക്ബറിനോട് ആ ഗെയിമർ എന്ന നിലയിൽ എനിക്ക് ദേഷ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അതെനിക്കൊരു ചമ്മിപ്പോയൊരു എപ്പിസോഡായിരുന്നു. വീക്കെൻഡിൽ ലാലേട്ടനത് ചോദിച്ചപ്പോൾ KB അല്ലേ അങ്ങനെ പറഞ്ഞു കൊടുത്തത്, കേട്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ചമ്മിപ്പോയി. ആ ഒരു മൂമെൻ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് ശാരിക പറയുന്നു. അപ്പോൾ ലൈവ് അപ്ഡേറ്റിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.